സാധാരണ ഉറങ്ങി എണീക്കാൻ മടിയുള്ള ഞാൻ ഇന്നൊരു 4 മണിക്ക് എഴുന്നേറ്റേക്കാണ്. അതും പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പത്ത് ചുരുണ്ട് കൂടി ഉറങ്ങേണ്ട ഞാൻ ഇന്നൊരു 4 മണിയത്ത് എഴുന്നേറ്റേക്കാണ്. അത് എന്തിനാ എഴുന്നേറ്റെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ രാഹുൽ മോഹൻസ് വ്ലോഗ്. ഇന്നലെ പത്തനംതിട്ടയായിരുന്നു പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, സഞ്ജയ് അവരുടെ വീട്ടിലാണ്. അവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും റെഡിയാവുന്ന തിരക്കിലാണ്. ഇത് കണ്ടില്ലേ, ഇതിനൊക്കെ പൊക്കിയെടുക്കാൻ പെട്ട പാട്. അയ്യോ, ഇനി ഒരാൾ കുളിക്കാൻ കയറി, ഇനി ഇതിനെ കുളിപ്പിച്ചെടുക്കണം. അതാണ് മെയിൻ ടാസ്ക്. കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ എന്തിനാ റെഡിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൊച്ചിൻ തരംഗ ബീച്ചിൻ്റെ ലാസ്റ്റ് പ്രോഗ്രാം മിനിഞ്ഞാന്നായിരുന്നു, കരുനാഗപ്പള്ളി വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഓഫ് സീസണിൽ നമ്മൾ ഫാമിലി ട്രിപ്പ് പോകാറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ഈ വർഷത്തെ ട്രിപ്പ് ഇന്നാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കണത്. വാഗമണിലാണ് അറേഞ്ച് ചെയ്തേക്കണത്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പം ഇന്ന് രാവിലെ തന്നെ ഉറക്കൊളിച്ച് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരക്കുട്ടപ്പന്മാരായിട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി ഇറക്കാൻ പോവുകയാണ്. നമ്മുടെ കാക്കനാടാണ് നമ്മുടെ ബസ് വരുന്നത്. ഏകദേശം ഒരു 30ഓളം പേരുണ്ട് നമ്മുടെ ടൂർ പോകാനായിട്ട്. ഇപ്പോൾ ദീപേഷേട്ടൻ, അശ്വതി, അതിനെ കുളിപ്പിച്ചെടുത്തുട്ടാ ഒരു 300 ഗ്രാം. അതെ ചാച്ചപ്പാ, ഹായ് ഹായ് ഹായ്. സഞ്ജയുടെ അമ്മ പാവം നമ്മൾ പോവാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റുന്നതാ. അതെ, ഇറക്കാൻ പോകും. അപ്പൊ പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ കാക്കനാട് എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ മാറ്റി. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇത്തിരി വൈകിപ്പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കരിങ്ങാച്ചിറ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. കാക്കനാട് വണ്ടി എടുത്തു. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നു കഴിയുമ്പോൾ നമുക്ക് വണ്ടിയിലുള്ളവരെ കൂടി പരിചയപ്പെടാം കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. ഈ വണ്ടി കയറി കഴിഞ്ഞ് ഉറങ്ങി പോവുക എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. എൻജോയ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. വഴിയിൽ നിൽക്കുന്ന അഭയാത്രികൾ വൈഷ്ണവ ജനദോ തേരി സഖിയേ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി എത്തിക്കഴിഞ്ഞു. നമ്മള് വലതുകാല് വെച്ച് കയറുകയാണ് ഐശ്വര്യമായി. ഹായ് ഹായ് ഹായ്. രാജേഷ് കടവന്ത്ര, റയാൻ, ലിതി, എന്നിട്ട് പേര് നിമ്മി, അയ്യോ മറന്നു, അക്സി, ഇതാരത്, സരസു. എടാ ബെന്നിക്കഴിയേറി. ജോസഫ്, ഡോക്ടർ പ്രശസ്ത കീബോർഡിസ്റ്റ്, ട്രിപ്പ് വരുമ്പോ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് വിടും. നമ്മള് ബസ്സിൽ കയറി നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 3, 2, 1 ഗോ. നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ കഴിക്കാനായിട്ട് പോവാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പഗോഡയുടെ പ്ലാന്റേഷൻ എന്ന റിസോർട്ടിലാണ്. ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് വാഗമൺ എത്തുന്നതിന് മുമ്പായിട്ട് പാഞ്ചാലിമേട് എന്ന സ്ഥലം. അവിടെയാണ് പഗോഡയുടെ പ്ലാന്റേഷൻ എന്ന ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പാഞ്ചാലിമേട്ടിൽ പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയിലാണ് പഗോഡയുടെ പ്ലാന്റേഷൻ എന്ന ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. സൂപ്പർ, ഒരു രക്ഷയില്ല, കിട്ടില്ല. രാജേഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ
റിസോർട്ടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. പ്രകൃതി ഭംഗിയെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് കുളിക്കാൻ തന്നെ വേണ്ടിയാണ് റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂൾ ഈ ഭാഗത്ത് തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. എല്ലാവരും ചെക്ക് ഇൻ ചെയ്യാനുള്ള തിരക്കിലാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതിന്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. നമ്മള് റിസപ്ഷനിലെ ഈ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ ഫീൽ. ഞാൻ എന്റെ ബാഗ് എടുത്തിട്ട് നേരെ ലെഫ്റ്റിലേക്ക് കയറി. നമ്മുടെ റൂം അറേഞ്ച് ചെയ്തിരുന്നത് 3rd ഫ്ലോറിലാണ്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് റൂം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞാൻ റൂമിലേക്ക് കയറി. റൂം സത്യം പറയാലോ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി റൂം തന്നെയായിരുന്നു. ഞങ്ങൾ 2 പേരാണ് ഈ റൂമിലുള്ളത്. ഞാനും കൊച്ചിൻ തരകേറ്റ്സിന്റെ ആങ്കറും അധ്യാപകനുമായ ആൻസൺ ചേട്ടനും ഉണ്ട് എന്റെ റൂമിൽ. റൂമിലെത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കോട ഇറങ്ങാൻ തുടങ്ങി. പിന്നെ എപ്പോഴാണാവോ ഞാൻ ഉറങ്ങിപ്പോയത്. റൂമിൽ വന്നിട്ട് നല്ലൊരു ഉറക്കമായി പോയി. അപ്പോൾ അത് ഉറങ്ങി എഴുന്നേറ്റു. ഇവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ടൊക്കെ നിൽക്കുകയാണ്. അതേ ഞാൻ, രാജേഷ് ചേട്ടൻ, അഖില്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്ന് പോയി നോക്കിയിട്ട് വരാട്ടോ. പോണവൻ രാമഭദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ. നമ്മള് താമസിക്കുന്ന റിസോർട്ടിന് താഴെയാണേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കയറ്റം കയറിയിട്ട് ഇങ്ങനെ വരികയാണ്. ഇവിടെ എന്താ സെറ്റപ്പ് എന്നറിയാൻ പാടില്ല, പക്ഷെ കൊള്ളാട്ടോ. മൊത്തത്തിൽ ഇവർ സെറ്റ് ചെയ്തേക്കണ സംഭവങ്ങളൊക്കെ കൊള്ളാം. എൻ്റെ അമ്മ പണിയെടുത്ത് ശീലമില്ലാത്തോണ്ടായിരിക്കാം ചിലപ്പോൾ കിതച്ചു തുടങ്ങി. എൻ്റെ അമ്മ അതോ ഇനി പ്രായമായതുകൊണ്ടാണോ എന്നറിയില്ല, കിതച്ചു തുടങ്ങി. മുകളിൽ കയറിയിട്ട് എന്താണെന്നുള്ളത് നമുക്ക് കാണാട്ടോ. മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോ പഗോഡയുടെ തന്നെ കുറെ കോട്ടേജുകൾ. ഇത് കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു, ചേടാ ഇവിടെ എടുത്താൽ മതിയായിരുന്നല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടിയിലൊക്കെ കാണുന്ന ചെറിയ സ്കൂളുകളില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു ഈ കോട്ടേജുകൾ കാണാനായിട്ട്. പുള്ളി വന്നേക്കാണ് 2 ദിവസം. നമ്മളെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോ രക്ഷയില്ലാത്ത കാറ്റാണ്. ഈ ഓടിയ കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ അടിപൊളി കാറ്റ്, രക്ഷയില്ല. വൈബ് എന്ന് പറഞ്ഞാൽ ഉഗ്രം വൈബ്. അപ്പൊ മുകളിൽ ഇങ്ങനൊരു സംഭവം, ഇതിനകത്ത് കേറിയാലോ എന്നൊരു ആഗ്രഹമുണ്ട്. മൊബൈലായിട്ട് കയറണോ അതോ ഞാൻ ഒറ്റയ്ക്ക് കയറണോ എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ. കയറാലേ ധൈര്യമായിട്ട്, അല്ലെങ്കിൽ മോളിൽ കയറിയിട്ടത് എന്താന്നുള്ളത് ഞാൻ കാണിച്ചു. എവിടെ പോണ്ടി ഇതിലെനിക്ക് കയറണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് പേടിയുള്ള 2 കാര്യം, ഹൈറ്റും വെള്ളമാണ്. അതിൽ കയറണോ എന്നുള്ളൊരു ഡൗട്ടിൽ ഞാൻ നിൽക്കുകയാണ്. നമുക്കൊന്നേ കയറി നോക്കാം. അത് നമുക്ക് അറ്റൻഡ് ചെയ്യണോ വേണേന്നുള്ളത് നമുക്ക് മോളിൽ കയറിയിട്ട് നമുക്ക് ധൈര്യം ഉണ്ടോ? അപ്പൊ നമ്മള് ടോപ്പിലെത്തി. പക്ഷെ ഇത് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല ഗൈസ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ചേക്കാണ്. എനിക്ക് ഈ ഹൈറ്റിലേക്ക് വരുമ്പോ തന്നെ കാലിന്റെ അടിയിൽ നിന്ന് എന്തോ ഒരു തരിപ്പ് പോലെ അങ്ങനെ വരും. എന്റെ അമ്മ ഞാൻ പതുക്കെ ഇറങ്ങി. മോഹൻലാൽ പാവങ്ങളുടെ മോഹൻലാൽ.
അതായത് പുതിയൊരു ചലഞ്ചായിട്ട് ഞങ്ങൾ വന്നേക്കണേ. മാങ്ങ എറിഞ്ഞ് വീഴ്ത്തണം, അതാണ് ചലഞ്ച്. ആ മാങ്ങ എറിഞ്ഞ് വീഴ്ത്തണം, അതാണ് പുതിയ ചലഞ്ച്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. അപ്പൊ ഗൈസ് നമ്മള് മോളിൽ നിന്ന് ഇറങ്ങി വന്നു. ഇനിയിപ്പോ ചായ കുടിച്ചിട്ട് നമ്മള് പൂളിലേക്ക് ഇറങ്ങാൻ പോവാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പൂളിൽ നിന്ന് കാണാം. എങ്ങനെയുണ്ട് പൂള്? ഞാൻ പോകുന്നു. ആരും അനുകരിക്കരുത് എന്നൊരു അഭ്യർത്ഥന. അതെ, ഉള്ളിറങ്ങാനായിട്ട് മടിയായിട്ട് ഒരാളിരിക്കാണ്. അയാളെ വലിച്ചു വാരി ഇടാൻ പോവാണ് ഞങ്ങളത്. കണ്ടു 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 ഇടിച്ച് ഇറക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങി. കിഡ്സ് സ്കൂളിൽ ഇറങ്ങിയേക്കണത്. ഒരു കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മായ മത്സരത്തിന് ആരംഭം കുറിക്കുകയാണ്. തെക്ക് ഭാഗത്ത് സഞ്ജയും വടക്ക് ഭാഗത്ത് അഭിരാമിയും നിൽക്കുന്ന വാശിയേറിയ മുങ്ങൽ മത്സരം. ഒരുപാട് മത്സരങ്ങളിൽ മുങ്ങിയും പൊങ്ങിയും എക്സ്പീരിയൻസ് ഉള്ള സഞ്ജയോട് അഭിരാമിക്ക് കഴിയുമോ? കാത്തിരുന്ന് കാണാം. മത്സരം ആരംഭിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് രണ്ടുപേരും വിട്ടുകൊടുക്കില്ല എന്നുള്ള ആ ഒരു വാശിയില് സഞ്ജയാണോ അഭിരാമിയാണോ? ആരാണ് മുങ്ങിക്കൊണ്ടിരിക്കുക? ആരാണ് ആദ്യം പോകുക? മുങ്ങാനും പൊങ്ങാനും തയ്യാറായി നിൽക്കുന്ന അഭിരാമിയും സഞ്ജയും തമ്മിലുള്ള വാശിയേറിയ മത്സരം. ഒപ്പത്തിനൊപ്പം രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് അഭിരാമി നിങ്ങൾ ഇത് കാണുക. ഭൂലോകത്തിൽ ഇത്രയധികം ശ്വാസമടക്കി പിടിച്ച അഭിരാമി നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് റിസോർട്ടിന്റെ തൊട്ട് മുകളിലുള്ള ഒരു ഹാളിലാണ്. അവിടെ നമ്മുടേതായ ഒരു മ്യൂസിക് സെക്ഷനും അല്ലാതെ DJയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പതുക്കെ റൂമിൽ നിന്നിറങ്ങി നമുക്ക് ആ ഹാളിലേക്ക് പോവാം. നമ്മുടെ കൂടെയുള്ള എല്ലാവരും ആ ടൈമിൽ കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഹാളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഹാളിലേക്ക് കയറി അപ്പം തന്നെ ലൈവായിട്ട് ചിക്കൻ ഗ്രിൽഡ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. മുതലെടുക്കണേണ സജി. The next day.
ചിന്തിയും ആകാശത്താരവട്ടീലിരിക്കും ചില്ലുമേഘമേ. ഓ la 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 la